महफिल में मेरी आपका वेलकम है हजरात। भूल के गोले ओ बम रिलैक्स कीजिए आज। अरे अरे अभी अभी तो आए हैं, उठना नहीं जनाब। शम्मा हूँ नई नई, जलूंगी सारी रात। പ്രസംഗത്തിന് വേണ്ടി മിസ്റ്റർ മനോഹർ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് നമുക്കൊരു അനുശോചനം രേഖപ്പെടുത്താനുണ്ട്. അത് നമ്മുടെ സെക്രട്ടറിയായ ബിനു പോളിൻ്റെ അമ്മായിയപ്പനാണ്. അതിന് 2-3 ദിവസം മുമ്പാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു ബെറിയിൽ. PT പൗലോസ് കേരള സെൻറ്ററിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. നല്ലൊരു എഴുത്തുകാരനും നല്ലൊരു ആസ്വാദകനും നല്ലൊരു നടനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നമുക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്താം. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കൊരു അനുശോചനം രേഖപ്പെടുത്താം. അതിരാവിലെ നമ്മൾ TV ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു കഷ്ണം റൊട്ടിക്കും ഒരു കുബൂസ് കഷ്ണത്തിനും വേണ്ടിയിട്ട് യാചിക്കുന്ന അമ്മമാരുടെയും പിള്ളേരുടെയും മുഖങ്ങളാണ്. ദൈന്യതയാർന്ന മുഖങ്ങൾ കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, കച്ചൂരക്കാല എന്ന് പറഞ്ഞ വെളിനാട്ടിലെ വടയാപ്പറമ്പ് ഭാഗത്ത് കച്ചൂരക്കാല എന്ന് പറഞ്ഞൊരു പുതിയ കോളനി ഉണ്ടായിരുന്നു. അവിടെ ഒരു കാലഘട്ടത്തിൽ വന്ന് അവരെ എല്ലാവരും പള്ളിയിലേക്ക് ക്രിസ്ത്യാനികളാക്കി മാറ്റി. അവർക്ക് ശരിക്കും പിടികിട്ടിയില്ല എന്താണ് ഈ ക്രിസ്ത്യാനി ആയാലുള്ള പ്രത്യേകത, എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. കാലത്തെ പണിക്ക് പോയില്ലെങ്കിൽ നേരെ പള്ളിമുറ്റത്തേക്ക് വരിക, പുല്ല് പറിക്കുക, അതിലെല്ലാം കറങ്ങി നടക്കുക, അവിടെ കൊണ്ടുവന്ന് ആടിനെ തീറ്റുക, അതൊക്കെ അതിൻ്റെ മെയിൻ പണി. ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അവിടെ ഈ കെയറിൻ്റെ പാൽപ്പൊടിയും ചീസും ഒക്കെ കൂടെ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ഈ ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ കാപ്പിപ്പൊടിയുടെ ടിൻ പോലെയുള്ള ഇതിനകത്ത് നിറച്ച് മഞ്ഞ കളറിൽ ഉപ്പ് കലർന്ന ചീസാണ് പോലെ. ഇവര് ഈ ചീസെല്ലാം കൂടെ കഴിച്ചു
ഭയങ്കരമായിട്ട് വയറിളക്കവും എറിഞ്ഞു തൂറ്റിലുമായി മാറി. അന്നേരം അവിടെയുള്ള ഒരുവിധം വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു എൻ്റെ അപ്പച്ചൻ, പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പച്ചനോട് ഒന്ന് ചോദിച്ചു, മാഷേ ഈ ചീസ് തിന്നിട്ട് ഭയങ്കര വയറ്റിളക്ക, അതെന്താണ് ചെയ്യണ്ടേ? അത് അന്നേരം അപ്പച്ചൻ പറഞ്ഞു, അതിനൊരു ഉപാധിയുള്ളൂ, ചീസ് അവിടെ കൊടുക്കുമ്പോൾ മേടിക്കാതിരിക്കുക. അയ്യോ, അന്നേരം ദൈവം ശിക്ഷിച്ചില്ലേ? ദൈവത്തിന് വേറെ പണികളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി ശിക്ഷിക്കുമെന്ന് തോന്നുന്നില്ല, വയറിളക്കത്തിനിടയ്ക്ക് ഇത് കഴിക്കാതിരിക്കുക നോർത്തുള്ളൂ. അങ്ങനെ ഒരു ഭാഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഈ ഞായറാഴ്ചകളിൽ ഏറ്റവും മണ്ണിൻ്റെ അമേരിക്ക, ഇംഗ്ലണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അവർ പള്ളിയിൽ പോകുന്നതായിട്ട് കാണിക്കും, പിന്നെ അവർ ക്രിയേഷനൊക്കെ കാണിക്കും, അവർ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി കാണിക്കും. അന്നേരമൊക്കെയാണ് ഞാൻ സത്യത്തിൽ അന്നത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലമാണ്, ശരിക്കും സ്വർഗതുല്യമാണല്ലോ അവരുടെ ജീവിതം എന്ന് എനിക്ക് തോന്നിയത് ആ കാലഘട്ടമാണ്. അന്നേരം ഒരിക്കൽ പോലും അമേരിക്കയിലേക്കൊക്കെ അന്ന് പോരാനൊക്കെ ഒന്നുള്ളതിനെ പറ്റി ഒന്നും സ്വപ്നം കാണാൻ പോലും ആകാത്ത കാലമാണ്. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ പണിയെടുത്തു കഴിഞ്ഞാൽ 30-35 വർഷം പണിയെടുത്ത് നാട്ടിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു വീട് മേടിക്കാനുള്ള കാശ് പോലും നമുക്കുണ്ടാവില്ല. ഇവിടെ നമ്മൾ ഏതാനും വർഷങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ കാറായി, വീടായി, ജീവിത സൗകര്യങ്ങളായി. ആ ഒരു കാലഘട്ടം യാത്ര പറഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോഴേ ഓരോ ദിവസം ചെല്ലുമ്പോൾ എന്താണ് പുതിയ നിയമം വരുന്നത്, എന്താണ് ട്രംപിന് പുതിയ നിയമം തോന്നുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറുകയാണ്. എത്രയോ ആൾക്കാരാണ് വെക്കേഷൻ നാട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോരാനാകാതെ തിരിച്ചു കൊണ്ടുവന്ന്, എത്രയോ വയസ്സായ ആൾക്കാർക്ക് പോലും തിരിച്ചു വരാനാകാതെ, നിയമം മാറി, നിങ്ങൾക്കിപ്പോൾ പോകാൻ ഒക്കില്ലാന്ന് അവിടെ കസ്റ്റംസിൻ്റെ അവിടെ പറയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം മാറി എന്നുള്ളതാണ്. അതിനാൽ കാലത്തിൻ്റെ മാറ്റം നമ്മൾ സ്വർഗതുല്യമായിട്ട് ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ഇടയിലും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പിന്നെ അവിടെ IT ഫീൽഡ്, ഞാൻ അവിടെ കാക്കനാടാണ് ഞാൻ അവിടെ താമസിക്കുന്ന നാട്ടിൽ. കാക്കനാട് താമസിക്കുന്ന ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും പോകേണ്ട യാതൊരു കാര്യമില്ല, ഇവിടെ ശരിക്കും പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയേക്കാൾ കൂടുതൽ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് അമേരിക്കയിലേക്ക് പോകേണ്ടത്? അതും ഒരു ഇതല്ല. അന്നേരം IT ഫീൽഡിൽ വന്ന വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടാക്കിയ ഒരു മാറ്റത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. വലിയ സ്വപ്നതുല്യമായ സ്ഥലം അമേരിക്ക അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം. പിള്ളേർ വലുതായി കഴിയുമ്പോൾ നമ്മളെ നോക്കുമെന്നുള്ള ഒരു പഴയ, പിള്ളേർ വലുതായി കഴിയുമ്പോൾ നമ്മളെ അപ്പനെയും അമ്മയും നോക്കും വയസ്സുകാലത്ത് എന്നുള്ള പഴയ ഒരു ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് അവർ പഠിപ്പിച്ച് വീടോ ബാലൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സ്വപ്നങ്ങളും ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പം IT ഫീൽഡിലായാലും അങ്ങനെയുള്ള ഫീൽഡുകളിൽ ഏതെങ്കിലും ആയാലും അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ സ്ഥലപ്പെടും. നമ്മൾ വീടും ബാങ്ക് ബാലൻസും ഒക്കെ അവർ കൊടുക്കാം, നമ്മളെ വയസ്സുകാലത്ത് നോക്കുമെന്നുള്ള ആ സങ്കല്പങ്ങൾ മാറിപ്പോയി. അന്നേരം പിന്നെ ചെയ്യാവുന്ന ഏക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സഹജീവിയെ, തൊട്ടടുത്ത് താമസിക്കുന്നവരെ സ്നേഹിക്കുക, അവരോട് സ്നേഹമായിട്ട് പെരുമാറുക. ചിലപ്പോൾ കൊറിയക്കാരനായിരിക്കും, ഐറിഷുകാരനായിരിക്കും, ഇറ്റാലിയൻ ആയിരിക്കും, അവരോട് സ്നേഹമായിട്ട് പെരുമാറി കഴിയുമ്പോൾ ഉറക്കം നിലവിളിച്ചു കഴിഞ്ഞാൽ അവർ ഓടിയെത്തും. അതുകൊണ്ട് സഹജീവിയെ സ്നേഹിക്കുക എന്നുള്ളൊരു തത്വശാസ്ത്രം മാത്രമേ ലോകവ്യാപകമായിട്ട് ബാക്കി നിൽക്കുന്നുള്ളൂ. അതാണ് ഇന്ന് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ, ഏറ്റവും ഹൃദയംഗമായ തത്വശാസ്ത്രം. ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറയാം. Thank you, President, for that beautiful speech. നമുക്കെല്ലാവർക്കും ഒരു കണ്ണു തുറക്കുന്ന ഒരു ഫ്യൂ ഐഡിയാസ് ആണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഒരു ആശംസാ പ്രസംഗമാണ്. നമ്മുടെ പിറോം അസോസിയേഷൻ്റെ ആദ്യകാലം മുതലുള്ള രക്ഷാധികാരിയായ, തുടക്കകാലം മുതൽക്ക് നമുക്ക് എപ്പോഴും എല്ലാ പിന്തുണയും തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഫാദർ നീലാനന്ദൻ കോർ എപ്പിസ്കോപ്പിയെ ആശംസാ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. Good afternoon, everybody. It's a great time for every one of us assembled together and to improve our relationship, introduce to each other that we are from Birawa and from the outskirts of Birawa, and we are here to support everyone for the new venture that we are planning in the Birawa
അസോസിയേഷൻ. നമ്മുടെ എല്ലാം അമേരിക്കൻ ജീവിതത്തിൽ ഒരു നല്ല ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ നാം ഇവിടെ ഏകദേശം ഇത് 27 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ മലയാളി സംഘം സംഘടിപ്പിച്ചു. അതായത് പിറവം നേറ്റീവ് അസോസിയേഷൻ നമ്മുടെ എല്ലാവരുടെയും പരിശ്രമപരമായി ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. നമുക്കൊരു അഭിമാന സ്തംഭം ആയി ഇത് നിലകൊള്ളുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനും നല്ല പെരുമാറ്റത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. അമേരിക്കൻ പ്രവാസികളായ നാം ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ഈ അവസര പൂർണ്ണതയിൽ എത്തിക്കുവാനും നടത്തിക്കൊണ്ടു പോകുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളത് നാം ഓരോരുത്തരെയും അഭിവാദനം ചെയ്യുകയാണ്. പിറവത്തും പരിസരങ്ങളിലുള്ളവർക്ക് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കരം നീട്ടിക്കൊടുക്കുവാൻ കിട്ടിയിരിക്കുന്ന ഈ അവസരം നമ്മുടെ എല്ലാം മനസ്സിൻ്റെ പൂർത്തീകരണമായി മാറണം എന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളെ ഓരോരുത്തരോടും പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ നാം നല്ല സുഹൃത്തുക്കളാകുകയും നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം നല്ല സുഹൃത്തുക്കളായെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണം ആവുകയുള്ളൂ. ഇന്ന് നിങ്ങളുടെയൊക്കെ ചിന്താവിഷയത്തിനായി ഞാൻ അവതരിപ്പിക്കുന്നത് സൗഹൃദം വളർത്തിയെടുക്കുവാനുള്ള ഒരാഹ്വാനമാണ്. നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സന്തോഷത്തെയും നാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം. നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ പറഞ്ഞാൽ നാം എല്ലാവരും 2 തരത്തിലുള്ള ഗ്രൂപ്പിൽപ്പെട്ടവരാണ് അതിൽ നിൽക്കുന്നത്. ഒന്ന് ഇൻട്രോവേർട്സ്, 2 എക്സ്ട്രോവേർട്സ്. ഇവരുടെ പ്രതികരണങ്ങൾ വിഭിന്നങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചൂണ്ടുവരകളായി മാറണം. സേവനത്തിൻ്റെ കരം നീട്ടുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നു. പക്ഷേ സ്വാർത്ഥമതികളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈയിടെ വായിക്കാനിടയ 10 വയസ്സുള്ള 2 കുട്ടികളുടെ കഥ ഞാൻ ഓർക്കുകയാണ്. അവർ 2 പേരും നല്ല എക്സ്പീരിയൻസുള്ള പിള്ളേർ ആയിരുന്നു എങ്കിൽ തന്നെയും 2 പേരും 2 രീതിയാണ് ഉപയോഗിച്ചത്. ഒരാൾ വരുന്നവരെ എല്ലാം ഗ്രീറ്റ് ചെയ്യുന്നു, എന്ന് ചോദിച്ച് അവരെല്ലാം ഗ്രീറ്റ് ചെയ്യുന്നു. മറ്റേയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. എവിടെ നിന്നാണ് കൂടുതൽ സഹായം വരുന്നത്? ഈ ഗ്രീറ്റ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ആൾക്കാർ സന്തോഷം പകർന്നു കൊടുത്തു. അതാണ് ഇനീഷ്യേറ്റീവ് വന്നത് പിള്ളേരിൽ നിന്നാണ്. ആ ഇനീഷ്യേറ്റീവ് കൂടി പിള്ളേർക്ക് കൂടുതലായ ഒരു ആശംസ ഇവർ പകർന്നു കൊടുത്തതായിട്ട് നാം കാണുന്നു. എല്ലാവരെയും വിഷ് ചെയ്ത കുട്ടിക്ക് കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുകയും വിഷ് ചെയ്യാത്ത കുട്ടിക്ക് വളരെ തുച്ഛമായ പ്രതികരണവുമാണ് കിട്ടിയത്. അഭിവാദ്യം കൊടുത്തിരുന്ന കുട്ടി കൂട്ടരെ സമ്പാദിക്കുന്നതിൽ മുമ്പനായി മാറി. എത്ര ദുർഘടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇരുന്നു. ഇത് വിജയത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി നമുക്ക് സ്വീകരിക്കാം. ഇതിലൂടെ എത്രയോ അവസരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഈ അവസരങ്ങൾ നാം ഒരിക്കലും പാഴാക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്. ഒറ്റപ്പെട്ട ജീവിതം ദുരിതപൂർണമായിരിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൗഹൃദം സ്ഥാപിച്ച് ജീവിതം സംതൃപ്തവും അർത്ഥപൂർണവും ആക്കുന്നതിനാണ്. നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ നാം തന്നെ ഒരു നല്ല സുഹൃത്തായി മാറണം. ഒരു ഇംഗ്ലീഷ് പ്രോവർബ് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. I went out to find a friend, but I could not find one out there. When I went out to be a friend, then there were friends everywhere.
വടക്കൻകാരനാണ്. നമ്മുടെ എല്ലാവരും അറിയുന്ന മൊക്കാനയുടെ മുൻ സെക്രട്ടറി ജോൺ ഐസക്ക്, പിന്നെ നമ്മുടെ ജോയ് ഇട്ടൻ, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ പിറവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യർ. പിന്നെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുമ്പളന്തടത്തിലെ ജനുവിൻ്റെ ഒരു കഴിവ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഈ മനോഹരൻ ചേട്ടൻ പ്രസിഡന്റ് ആണെങ്കിലും ജനുവാണ് തിരക്കിനിടയിലെല്ലാം ചെയ്ത ഒരാള്. ജനുവാണ് ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലത്തിലൂടെ കടന്നു പോവുമായിരുന്നു. ഭാര്യയുടെ അച്ഛൻ മരിച്ചുപോയി, പോലോസിയേട്ടൻ എല്ലാവരും അറിയുന്ന ആളാണ്, അമേരിക്ക മുഴുവൻ അറിയുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. അതിനിടയിലും നമ്മുടെ നാടിനോടുള്ള ഒരു സ്നേഹം അദ്ദേഹം വളരെ സൂക്ഷിച്ചു എന്നുള്ള നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കുന്നതിന് ഒത്തിരി സഹായം ചെയ്തു. മനോഹരൻ ചേട്ടനാണെങ്കിൽ 100-160 പേരെ വിളിച്ചു. അതിൽ 80 പേര് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനോട് ധാരാളം 80 പേര് വരെ. അപ്പോഴാണ് സ്റ്റാറ്റ്നയിലെ ഏറ്റവും പ്രൊഫഷണൽ ടീമായിട്ടുള്ള പൂമ്പാറ്റക്കാരെ എല്ലാ ഡാൻസ് കൂടെ നടന്നത്. ഇതുപോലെ മിടുക്കം എപ്പോഴേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേരള സെൻറ്റർ ബുക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ പൊക്കാനക്കാരും ബുക്ക് ചെയ്യാൻ പോകും അവരെ. ഇതുപോലൊരു അവസരം കിട്ടിയാണെന്ന് വലിയ ആള്. നമ്മൾ ഈ തമാശയായിട്ട് കാണുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇന്നിവിടെ വന്നവരിൽ സദാം ഹുസൈനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള 2 നേഴ്സുമാരുണ്ട്. നിങ്ങളവരെ കണ്ടിട്ടുണ്ടോ? സദാം ഹുസൈനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള, സ്നേഹ സൗഹൃദമുള്ള, ഇറാഖിൽ ജോലി ചെയ്ത 2 നേഴ്സുമാരെ. ക്യാമറമാൻ ഒന്നിട്ട് അവരെ എണീക്കും. ഒന്നെണീറ്റ് മേരി ചേച്ചി എന്നെണീറ്റ്, പിന്നെ ഇവർ 2 പേരും. ഈ 2 നേഴ്സുമാരെ കാര്യമല്ലേ ഇത്? അതെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അത്ര നിസ്സാരന്മാരല്ല ഇവിടെ വന്നേക്കുന്നത്. മോശക്കാരെന്ന് എന്താണ്? നീലാകര അച്ഛനിപ്പോ ഓർക്കും, ഞാൻ പിറവത്തെ ഏറ്റവും വലിയ പണക്കാരനാണല്ലോ, എന്നെക്കാളും വലിയമാർ ഇവിടെ ഉണ്ടോ എന്ന് ആലോചിക്കും. ഇപ്പൊ ഈ പൈസ ആയും ഈ സ്വത്തും ഒക്കെ ഒരു ചാരിറ്റിക്ക് കൊടുക്കാനായിട്ട് നീലാകര അച്ഛൻ വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു എന്റെയും കൂടെ പേര് അതിന്റെ എഴുതി ചേർക്കണം. അതല്ല നിന്റെ കാര്യത്തെ ഉറപ്പില്ല, അമ്മായി പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മായിയോടൊന്ന് പറയാനായിട്ട് ഇല്ല. ഇനി അങ്ങനെ എത്ര പ്രശ്നത്തിൽ പിറവത്തെ ആദ്യത്തെ ലോറി കൊണ്ടുവന്ന ഒരാൾ കൂടി ഇരിപ്പുണ്ട്. നിങ്ങളറിയോ? പിറവത്തൊരു വലിയ നഗരമല്ലേ, പാലച്ചൂട്, കുമ്പളന്തടത്തിൽ, പിന്നെ നാമക്കുഴി സിസ്റ്റേഴ്സ് അവരൊക്കെ ഉണ്ടെങ്കിലും പിറവത്താദ്യത്തെ ലോറി നാഗാലാൻഡിൽ നിന്ന് ഓടിച്ച് പിറവത്ത് കൊണ്ടുവന്ന് ആദ്യത്തെ ലോറി പിറവങ്കാരെ കണ്ട ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പേര് തൊഴിൽപ്പാട്ട് ജേക്കബ് എന്നാണ്. തൊഴിൽപ്പാട്ട് ജേക്കബ് എന്തായാലും നാഗാലാൻഡിൽ നിന്ന് ലോറി ഓടിച്ചു വരുമ്പോ ഇടയ്ക്ക് കൊള്ളക്കാരെ പിടിച്ചു നിർത്തും. എവിടെയോ ചായ കുടിക്കാനെന്ന് ഇറങ്ങിയപ്പോ ലോറി തന്നെ അടിച്ചോണ്ട് പോകുന്നത് തൊഴിൽപ്പാട് വിചാരിച്ചു പോയി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് ഈ ലോറി പിറവത്തെത്തിക്കുകയും അങ്ങനെ ആദ്യമായിട്ട് പിറവത്തുള്ളവര് ഒരു ലോറി കാണുകയും ചെയ്തു. അതാണ് തൊഴിൽപ്പാട്ട് ജേക്കബ്. ന്യൂറോഷനിലാണ് താമസം അദ്ദേഹം. നിങ്ങളിൽ പലരും അറിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ നമ്മുടെ ഈ ജെസ്സി ചേച്ചി തന്നെ, ജെസ്സി ചേച്ചി മലബാറുകാരിയാണ്. നേരത്തെ പിറവത്തോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കാരണം ഭർത്താവ് എന്ത് ചെയ്യുന്ന അറിയോ? പിറവം ടൗണിൽ തന്നെ ഒരു പുതിയ വീട് മനോഹരമായിട്ടാണ് പണിത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ജെസ്സി ചേച്ചിക്ക് പിറവം മതി. എന്താ കാര്യം അറിയോ? അവധിക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു ചായ പോലും ഉണ്ടാക്കണ്ട, അതെല്ലാം ഓരോരുത്തരും വന്ന് വീട്ടിൽ ചെയ്തു കൊടുക്കുക. ഇപ്പൊ പൂന്തോട്ടകം നന്നാക്കാൻ ഒരാള്, പുല്ല് വെട്ടാൻ ഒരാള്, ചായ ഉണ്ടാക്കാൻ ഒരാള്, എന്ത് പറഞ്ഞു. അവിടെ അവിടെ കുറെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ആ വാഴയൊക്കെ വെച്ചേക്കുന്ന ആള് കുറെ വാഴയൊക്കെ വെച്ച് കുറെ വാഴക്കുലെല്ലാം വെട്ടി നല്ല ഭംഗിയായി. അന്നേരം ജെസ്സി ചേച്ചിക്ക് സന്തോഷം തോന്നി. അവരുടെ 2 മക്കളെയും അങ്ങ് പഠിപ്പിക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. വലിയ കാര്യമല്ലേ ഇതൊക്കെ? എന്ന് വെച്ചാൽ പിറവത്തോട് എപ്പോൾ സ്നേഹം തോന്നിയാലും ഒരു നന്മ നമ്മുടെ തലയിൽ വന്ന് കയറും. അത് ഈ പിറവത്ത് വലിയ പള്ളിയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ഈ മനോഹരൻ ചേട്ടനും ഈ പൗലോസ് ചേട്ടനൊന്നും പള്ളിക്കാരല്ല,
പക്ഷെ അവരൊക്കെ വന്നാലും പിറവം വലിയ പള്ളിയിലൊന്നും കയറാതെ പിറവത്ത് കാലുകുത്തില്ല. അതെന്ന് പറഞ്ഞാൽ പിറവത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്. 2 ഐശ്വര്യങ്ങളാണ് പിറവത്തുള്ളത്. ഒന്ന്, ഏറ്റവും വലിയ ഐശ്വര്യം പിറവം പുഴയാണ്. കഴിഞ്ഞ 8 മാസം മുമ്പ് കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗന്ദര്യമുള്ള 3 നദികളിൽ ഒന്നായിട്ട് പിറവം പുഴയെ തിരഞ്ഞെടുത്തു. വലിയ സന്തോഷമുണ്ട്. നമുക്ക് ചില പ്രയാസവും ഈ പുഴ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പ്രദേശത്തുള്ളവരൊന്ന് വെള്ളത്തിൽ ചാടി മരിക്കണം തോന്നിയ നേരെ വെള്ളത്തേക്ക് വരും. അതൊരു വലിയ പ്രശ്നമാണ്. ഈയിടെ ഒരു വലിയ ദുരന്തം ഉണ്ടായി, നിങ്ങളെല്ലാം കേട്ട് കാണും. കണ്ണ് പാടില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയും അവരുടെ ഭർത്താവും 2 കൊച്ചു കുഞ്ഞുങ്ങളും 3ലും 2ലും ഒക്കെ പഠിക്കുന്നവരാണ്. അത് കോതമംഗലത്ത് താമസിച്ചുകൊണ്ടിരുന്നവരാണ്. അവര് വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരവിടുന്ന് നേരെ പിറവത്തേക്ക് വണ്ടി കയറി പിറവത്തുപള്ളി രാജാക്കന്മാരുടെയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു, മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം കിട്ടുമെന്നോർത്താണ് അവർ വന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. ആകെ 240 രൂപ ഈ ഭർത്താവിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവർ വൈകുന്നേരമായപ്പോൾ പിറവം പുഴയിലൊക്കെ 4 പേര് കൂടെ ചാടി. കാരണം വേറെ ഒരു മാർഗമില്ല. കണ്ണുപാടില്ലാത്ത സ്ത്രീ, അവർക്കിനി മുമ്പോട്ട് പോകാൻ വഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു. ഈ നീലാങ്കൽ അച്ഛനൊക്കെ അത് അറിയുമായിരുന്നെങ്കിൽ വേണ്ട സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തേനെ. ഒന്നും അങ്ങനെ പലരും അറിയുമായിരുന്നെങ്കിൽ. പക്ഷെ നിർഭാഗ്യവശാലുണ്ടായി. ഞാൻ പിറവത്ത് വലിയ പള്ളിയിൽ അച്ഛനെ പഠിച്ചപ്പോൾ ദിവസം ഈ പിറവത്തിന് ഈ അടയുണ്ടായ ഏറ്റവും വലിയൊരു ശാപം പോലെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആത്മഹത്യ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനൊക്കെ അപ്പുറത്ത് പിറവ് ഒരു അഭയ കേന്ദ്രമാണ്. എന്തുകൊണ്ടാണ്? ഈ ഭക്ഷണമില്ലാത്ത ആരെങ്കിലും നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ടെങ്കിൽ ഒരു കാലത്ത് അവൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പിറവത്തെ 50 നോയമ്പ് നേർച്ചയായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറയെ ഭക്ഷണം കിട്ടും. അതുകൊണ്ട് എന്ത് വേണ്ടു, പിറവത്തെ കെട്ടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായി. ആര് വന്നാലും ചായ കൊടുക്കും, ആര് വന്നാലും. അതുകൊണ്ടാണ് ജയിച്ചു ഒരാളെ തന്നെ നിർത്തിയത്. എൻ്റെ ഭാര്യയാണെങ്കിൽ 2-3 കൊല്ലം കൂടുമ്പോഴേ നാട്ടിൽ പോവുള്ളൂ. അന്നൊക്കെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ റൂട്ടികളെ പോണവർക്ക് ചായ കൊടുക്കണം. അതാണ് ഇവള് ഊപ്പാട് തിരിഞ്ഞു ചായ എടുത്തെടുത്ത് ആര് വന്നാലും ചായ കൊടുക്കണം. അവസാനം അമ്മയോട് നേരിട്ട് ഇവിടെ ചോദിച്ചു, അമ്മ ഇത് ചായക്കടയാണോ വീടാണോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ എല്ലാം ബേസ് ഈ വലിയ പള്ളിയിൽ ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് പിറവത്തോടെ വരുന്നവരും പോകുന്നവരും ഒക്കെ ഒരു നേരത്തെ ആഹാരം കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അങ്ങനെ അല്ലാത്ത ആരും ഇല്ല. അതൊക്കെയാണ് പിറവത്തിൻ്റെ ഒരു ഐശ്വര്യം. ഈ ഒരു നമ്മുടെ മീറ്റിംഗ് തന്നെ ബിനോയ് ചേട്ടായിയുടെ വീട്ടിലാണ് വർഷങ്ങൾക്ക് 95-ൽ അച്ചോ കൂടിയത്. അത് കഴിഞ്ഞ് പിന്നെ ജോൺ ഐസക്കിൻ്റെ വീട്ടിൽ നടത്തി. ആദ്യകാലങ്ങളൊക്കെ വീടുകളിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി വിപുലപ്പെട്ടപ്പോഴാണ് അത് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കുമ്പളത്തടത്തിലെ മിനിയും ഭർത്താവും പിന്നെ അതുകൂടാതെ നമ്മുടെ ജനുവും ഒക്കെ രംഗത്ത് വന്നപ്പോൾ ഇച്ചിരി പ്രൊഫഷണലായി. അത് ആ രീതിയിൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ അകലേന്ന് തന്നെയാണ് നീലാങ്കലച്ഛൻ വണ്ടി ഓടിച്ച് പാവ ഇവിടെ വന്നത്. ഇവരെ ജോൺ ഐസക്ക് വന്നപ്പോൾ 5:45. അച്ഛൻ 4 മണിക്ക് അച്ഛനും അമ്മായി ഇവിടെ എത്തി. എന്ന് വെച്ചാൽ അത്രയും ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ നാടിനോടുണ്ട്. ഈ പിന്നെ നമ്മുടെ ഊരമനക്കാർ, അവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. ഊരമനക്കാർ 3 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെന്നാണെന്നറിയോ, ഈ ഊരമനക്കാരുടെ അതിലൊരാളാണ് പൊക്കാനയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്. പുള്ളിനെ അറിയില്ല, ജോയി ഇട്ടനെ, നിങ്ങൾ ഓർക്കുന്നില്ലേ? പുള്ളി ജോയി ഇട്ടൻ, ചേട്ടൻ ഷെവലിയാർ ജോർജ്, അദ്ദേഹം നിങ്ങൾ പരിചയപ്പെടും. പിന്നെ ജെയിംസ്. ഇവർ 3 പേരും ശരിക്കും പറഞ്ഞാൽ പിറവത്ത് നമുക്ക് പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും അത് പറയണമെന്ന് എന്നോട് പ്രത്യേകം ഭാര്യ പറഞ്ഞു. എന്നാലും ജോർജ് ഏട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചു, ആ കാര്യം മാത്രം നീ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ഈ ലോറിക്ക് നേർച്ച കൊണ്ടുവന്ന ആദ്യമായിട്ട് ഈ ഊരമനക്കാരാണ്. അതിന് മുമ്പ് എല്ലാവരും ചുമടൊക്കെ കൊണ്ടുവരുന്നത്. ഊരമനക്കാർ ഒരു ലോറി നിറയെ നേർച്ച പിറവത്ത് 50 നോയമ്പിന് കൊണ്ടുവരും. അത് പറയുന്നത് ജോർജ് ഏട്ടനോട് കഴിഞ്ഞ വർഷം, ഈ വർഷം ഞാനിവിടെ 1 മണി എന്നോട് പറഞ്ഞു, അത് നീ മൈക്കിക്കടെ പറയണമെന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞേക്കാം. അതാണ്. അപ്പോ പിന്നെ കുമ്പളത്തരത്തിലെ ആൾക്കാരെ കുറിച്ച് പറയുന്നില്ല. പിറവത്തെ ഏറ്റവും നല്ല മനുഷ്യരാരാന്ന് ചോദിച്ചാൽ കുമ്പളത്തരത്തിക്കാരാന്ന് ഞാൻ പറയും.
അത്ര സ്നേഹം അവന്മാർക്ക് എല്ലാവരോടും. അതൊക്കെ നമ്മൾ ഓർക്കണം. എല്ലാവരും അതെ കേട്ടോ, എല്ലാവരും അതെ. ഷാജി മുളക്കളത്തിൻ്റെ കാര്യം പുള്ളി കോഴിക്കോട് നിന്ന് കല്യാണം കഴിച്ചേക്കണേ, വളരെ മര്യാദക്കാരിയ ഒരു സ്ത്രീയാണ്. പക്ഷെ ഈ ഷാജിയുടെ പപ്പ പിറവത്ത് വില്ലേജ് ഓഫീസർ ആയിരുന്നപ്പോഴാണ് പിറവത്ത് ഒരിക്കലും ആധാരമില്ല ഒന്നുമില്ലാതിരുന്ന മനുഷ്യർ പിറവങ്കാരാണ്. അയാൾ അതെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. നിസ്സാര കാര്യമല്ലത്. വില്ലേജ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏതപ്പ കോതമംഗൽ അവിടെ ഒന്നുമില്ല. പക്ഷെ ഷാജിയുടെ പപ്പ പിറവത്ത് വില്ലേജ് ഓഫീസർ ആയിരുന്നപ്പോൾ പിറവത്ത് ആർക്കെങ്കിലും സ്വന്തം സ്വത്തിൽ അതിൻ്റെ ആധാരമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ അത് ശരിയാക്കി കൊടുക്കുക. ഒരു 100 കണക്കിന് പേർക്ക് കൊടുത്തായിട്ട് എനിക്കറിയാം. അങ്ങനെ പിറവത്തിന് വേണ്ടി എല്ലാ രീതിയിലും സേവനം ചെയ്ത മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരെയും എടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും നല്ല സ്നേഹം നടത്തി ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള ഓരോരുത്തരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇതിൻ്റെ ഒരു നമുക്ക് സൗഹൃദം, നീലാകലച്ചൻ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ നമ്മുടെ സൗഹൃദം വർദ്ധിക്കാവോ ആ സൗഹൃദം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. പിറവത്തിന് ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവും ഇല്ല. സത്യത്തിൽ നമ്മൾ നാട്ടുകാരനുള്ളൊരു സ്നേഹം മാത്രമേ ഉള്ളൂ. മനോഹരൻ ചേട്ടൻ പറഞ്ഞതിൻ്റെ ആശയം അതാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പുതിയ തലമുറയാണ്, അവരൊക്കെ ഇതിനകത്തേക്ക് വരണം, അവരൊക്കെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ചവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നതോടൊപ്പം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.
ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടെ കൈയച്ച് സഹായിക്കുന്ന ഒരു പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് ഞാൻ പേര് പറയാതെ അറിയാം, മറ്റാരുമല്ല, നമ്മുടെ ജോയി എട്ടിൻചേട്ടനാണ്. താങ്ക് യു. സത്യത്തിൽ പ്രസംഗിക്കുവാൻ എന്നെ വിളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമില്ല. നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, ഒരു കൂട്ടായ്മ ഫെലോഷിപ്പ് കഴിഞ്ഞ 26 വർഷമായി ടൊറന്റോ നേറ്റീവ് അസോസിയേഷൻ്റെ നാമത്തിൽ നമ്മളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വർഷത്തിലൊരിക്കൽ. ഇത് അമേരിക്കയിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇങ്ങനെ വല്ലപ്പോഴും കൂടുവാനും പരസ്പരം ആ ഒരു പ്രദേശത്തുള്ള എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നതിനും കൂടുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ തുടക്കം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. പ്രസംഗത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. ബഹുമാനപ്പെട്ട നീലാംഗലച്ചൻ പറഞ്ഞതുപോലെ സൗഹൃദം, ആ ഒരു സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നാം എല്ലാം ഇങ്ങനെ കൂടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും സൗഹൃദമില്ലെങ്കിൽ മറ്റൊന്നുമില്ല. സൗഹൃദം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും അവശേഷിക്കുന്ന ഒരു കാര്യം. നീലാംഗലച്ചനോട് പ്രത്യേകം നന്ദി. ഒരു നല്ല സബ്ജക്റ്റാണ് നമ്മുടെ അറിവിലേക്ക് അച്ഛൻ നൽകിയിരിക്കുന്നത്. നന്മയുള്ളവർക്ക് മാത്രമേ സൗഹൃദം ഉണ്ടാകുകയുള്ളൂ. നന്മയുള്ള മനസ്സുകൾക്ക് മാത്രമാണ് പരസ്പരം സ്നേഹിക്കുന്നതിനും സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിനും കഴിയുകയുള്ളൂ എന്ന ആ ഒരു നല്ല സന്ദേശം. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒരു ചെറിയൊരു എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ കഥ മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. ഒരിക്കൽ ഒരു ദരിദ്രൻ ഈശ്വരനോട് ചോദിച്ചു, ഞാൻ എന്താണ് ദൈവം ഇങ്ങനെ ദരിദ്രനായത്? അപ്പോ ദൈവം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദരിദ്രനല്ലല്ലോ. അപ്പൊ ഈ പാവപ്പെട്ടതിന് അതിശയം തോന്നി. എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദരിദ്രനല്ല എന്ന്? അതിന് ദൈവം ഉത്തരം പറഞ്ഞു, പണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല ഒരുത്തരും ദരിദ്രനാകുന്നത്. ബ്യൂട്ടിഫുൾ വേർഡ്സിന് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനത്തെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന് വളരെ നന്ദി. അടുത്തതായിട്ട് വേറൊരു വ്യക്തിത്വത്തെ കൂടെ ക്ഷണിക്കുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ 70കളുടെ ആരംഭത്തിൽ കൂടിയേറിയ മുതിർന്ന വ്യക്തിത്വത്തിന് ഏറ്റവും സീനിയറായ പേഴ്സണാലിറ്റി ഷവലിയർ ജോർജ് പാടിയത്ത് വളരെ സ്നേഹബഹുമാനങ്ങളോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു ജെസ്സി. ഗുഡ് ഈവനിങ്. അനുഗ്രഹീതമായ ഈ സായം സന്ധ്യയിൽ ടൊറന്റോ നേറ്റീവ്സ് അസോസിയേഷനിൽ വന്നു ചേർന്നിരിക്കുന്ന, പ്രത്യേകിച്ച് ഇതിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മനോഹർ തോമസ്, സെക്രട്ടറി ജിനു പോൾ, ഇത്രയും ബഹുമാനപ്പെട്ട രക്ഷാധികാരി, ബഹുമാനപ്പെട്ട അച്ഛൻ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഈ അസോസിയേഷനിൽ മിക്കവാറും വാർഷിക സമ്മേളനങ്ങളിൽ നമ്മളോടൊപ്പം സജീവ സാന്നിധ്യമായിരുന്ന, നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന പ്രിയപ്പെട്ട പി ടി പൗലോസ് നിര്യാണത്തിൽ ഉള്ള ദുഃഖം രേഖപ്പെടുത്തുകയും അതോടൊപ്പം എൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പ്രിയപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പിറവത്തും സമീപ പ്രദേശങ്ങളിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ടുള്ള പ്രവാസികൾ ഒരു കുടുംബ സംഗമം കൂടുന്നതിന് ഏതാണ്ട് 30 വർഷം മുമ്പ് തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായി രൂപം കൊടുത്ത ഈ ടൊറന്റോ നേറ്റീവ് അസോസിയേഷൻ ഇത്രയും കാലഘട്ടം, ഈ ടൊറന്റോ നേറ്റീവ് അസോസിയേഷനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സജീവത്വം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ ഇത്രയും കാലം അഭംഗരം നിലനിന്നു പോന്നു. അതിനുവേണ്ടി
നേതൃത്വം കൊടുത്തവരും പ്രേരിപ്പിച്ചിട്ടുള്ളവരും എല്ലാവരും എന്നും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായും പരസ്പരം പരിചയപ്പെടുവാനും പരിചയം പുതുക്കുവാനും ബന്ധപ്പെടുവാനും അല്പസമയം ഒരുമിച്ച് ചെലവഴിക്കുകയും നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ ചില കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുവാനും അവസാനം ഒരുമിച്ച് ഒരു വിരുന്ന് സർക്കാരത്തോടുകൂടി പിരിയുന്ന ഈ സംഗമം ഒരു കുടുംബ സംഗമത്തെക്കാൾ അധികമായി ഒരു സ്നേഹ സംഗമമെന്ന് ഇതിന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ കൂട്ടായ്മയും ഈ സ്നേഹബന്ധവും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പിറവം എന്നും ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. ഞാൻ എൻ്റെ പഴയ ഓർമ്മകളിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വേനൽക്കാല അവധിയിൽ എൻ്റെ മദർ ഹൗസിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 60 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ നോയമ്പ് വീടുന്ന അവസരത്തിൽ പുറം വഴിയിൽ നിറച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അതാണ് എൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് പോകുന്നത്. ഹൃദയം
എൽദോ ചെറിയാൻ, ജെയ്സൺ ജെയിംസ്, റയൻ സ്റ്റാൻലി, ജോഷുവ ജെയിംസ്, മിഥുൻ ജോർജ്, ഐവൻ അലക്സ്, ജോൺ ഏലിയാസ്, മാത്യു ജോർജ്, ഇഷാൻ കുര്യാക്കോസ് ആൻഡ് ജെയ്ഡൻ രാജു. അവർക്ക് കൊഴുപ്പ് പകരാൻ കൂടിയ പിള്ളേര് നയന അലക്സ്, ജന രാജു ആൻഡ് ഹെറൻ ഏലിയാസ്. കൺഗ്രാറ്റുലേഷൻസ്, ബ്യൂട്ടിഫുൾ, വെൽ ഡൺ. ഓക്കെ, പിറവം നേറ്റീവ് അസോസിയേഷൻ കഴിഞ്ഞ 30 വർഷങ്ങളായി ഓരോ വ്യക്തികളിൽ നിന്നും ഓരോരുത്തരത്തേക്ക് മാറി മാറി വരുമ്പോൾ ഇത് കുറച്ചുകൂടെ പുരോഗമിച്ചു വരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടോ അതിന്റെ പുരോഗമനത്തിനൊരു ശുഷ്കത വരുന്നപോലെ തോന്നുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് പിറവത്തിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പിറവത്തോടുള്ള ആളുകളൊക്കെ സംസാരിക്കുക എന്നുള്ള കലാകാരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായ കലാപരിപാടികളെല്ലാം കണ്ടു. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അച്ചിട്ടായിട്ടുള്ളൊരു പ്രോഗ്രാമിനോടൊപ്പം ആളുകൾക്ക് മിങ്കിൾ ചെയ്യാനായിട്ടും, കാരണം നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് പിറവംകാർ ഒത്തുകൊടുത്തത്. കൂടാതെ ഇത് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, അങ്ങനെ മേരിലാൻഡ് വരെ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന ഒരു സംഘടനയാണിത്. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുന്നു. ഇത് ആരംഭിച്ചതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമുക്കാൽ പ്രദേശത്തു നിന്നുള്ള കൂട്ടായ്മകൾ തുടങ്ങിയെങ്കിലും 30 വർഷത്തിലേറെയായിട്ടും ഇത് തുറന്നുകൊണ്ട് പോകുന്നതിന്റെ കാരണം തന്നെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ്. 2-3 വർഷം ക്വീൻസിലാണെങ്കിൽ 1-2 വർഷം വെസ്റ്റ്ചെസ്റ്ററിലും കഴിയുമെങ്കിലും ഓക്ലാൻഡിൽ വരെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംരംഭത്തിലേക്ക് തിരിച്ചു പോകണമെന്നൊരു വലിയ അഭ്യർത്ഥന ഈ അവസരത്തിൽ ഞാൻ വെക്കുന്നതിന് കാരണം ഇത് വെസ്റ്റ്ചെസ്റ്ററിലാണ് ഇത് തുടങ്ങിയത്. ഇന്നിവിടെ കഴിഞ്ഞ 4-5 വർഷമായി ക്വീൻസ് നടക്കുന്നു. ഇവിടുത്തെ രക്ഷാധികാരിയായിരിക്കുന്ന പേര് റവറൻ ചെറിയ നീലക്കൽ കോർപ്പിസ്കോപ്പ് അച്ഛൻ ഏകദേശം ഒരു 100 മൈൽ ദൂരം നിന്നാണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. തിരിച്ച് വീട്ടിൽ ചെന്ന് നാളെ കുർബാന നടത്താനുള്ളതാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നമ്മളൊരു കൂട്ടർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം പ്രവർത്തന ക്രിസ്ത്യാനികൾ മാത്രമല്ല ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിന്റെ പ്രാന്തപ്രദേശങ്ങളോ ഉള്ളത്. ഇടിമിന്നലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് തീട്ടുന്നില്ല. കാരണം ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ 10-50 വർഷത്തിലേറെയായി അമേരിക്കയിൽ ചേക്കേറിയിരിക്കുന്ന മലയാളികൾ പല വേദികളിലും അവരുടേതായിട്ട് പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2024 ആദ്യമായി ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് യോങ്കേഴ്സ് എന്ന ടൗണിൽ നിന്ന് ഡിസ്ട്രിക്ട് 90 നിന്ന് എനിക്കൊരു അവസരം കിട്ടിയിരുന്നു മത്സരിക്കാനായിട്ട്. വളരെ സുതാർത്ഥ്യമായ ഒരു മത്സരം ഞാൻ അവിടെ കാഴ്ചവെച്ച ഏകദേശം 21,000ഓളം വോട്ട് എനിക്ക് ഫസ്റ്റ് ടൈം അവിടെ കിട്ടുകയുണ്ടായി. അത് കൈയടിക്കുന്ന പറഞ്ഞുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷനായിട്ട് 2026 വീണ്ടും പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ തവണ അതിനുള്ളൊരു ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിൽ 150 അസംബ്ലി സീറ്റിൽ 90ാമത്തെ ഡിസ്ട്രിക്റ്റാണ് യോങ്കേഴ്സിനുള്ളത്. യോങ്കേഴ്സിൽ നിന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ളത് ജോസും ജെസ്സിയും പിന്നെ എനിക്ക് തോന്നുന്നു 4-5 പേരേ ഉള്ളൂ. ബാക്കി ആരും തന്നെ യോങ്കേഴ്സ് നിവാസികൾ അല്ലെങ്കിൽ കൂടി ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പിറവം നിവാസികളോടും ചുറ്റുവട്ടത്തുള്ള ആളുകളോടും അഭ്യർത്ഥിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല. നവംബർ 3-ാം തീയതിയാണ് മത്സരം. ഈ ഒരു യാത്രയിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാകാനായിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക. ഒന്ന്. രണ്ടാമത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യോങ്കേഴ്സ് ഏരിയയിൽ പരിചയമുണ്ടെങ്കിൽ, കാരണം ഓൾറെഡി സ്റ്റാറ്റിക്സ് അനുസരിച്ച് ഏതാണ്ട് 77,000 to 80,000 വോട്ടേഴ്സ് ഉള്ളതിൽ ഇന്ത്യൻ വോട്ടേഴ്സിന്റെ സംഘ നമ്പർ തന്നെ 3,500ഓളം ഉണ്ട് അവിടെ. ആ 3,500 വോട്ട് ഏത് രീതിയിൽ ഈ വർഷം വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ബാധ്യതയിൽ കൂടിയാണ് ഞങ്ങളുടെ ടീം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നു. പിന്നെ
എളിയൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഇലക്ഷനും കാര്യങ്ങളും വരുമ്പോൾ വരുന്നത് സാമ്പത്തികമാണ്. വോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ട് സാമ്പത്തികങ്ങൾ ചെയ്യാം. അതിന് മറ്റാരുമല്ല, ഈ സംഘടന വളരെ ഊർജ്ജസ്വത്തോടെ നടത്തുന്ന ജോസ് കാണാത്തത്തിനെ തന്നെ ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. ഈ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുള്ള ഡൊണേഷൻ ജോസ് എന്റെ ഇവിടെ ഇല്ലേ, ജോസ് ആണെന്ന് റൈറ്റ് ആണെന്ന് ഏറ്റവും ഏൽപ്പിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ് ജോസിന് തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. കാരണം ജോസിന് എല്ലാവരുമായിട്ടുള്ള ബന്ധമുണ്ട്. ജോസിനോട് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആ ഒരു നർമ്മത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകും. എനിക്ക് അത്രയും നർമ്മങ്ങളോ കാര്യങ്ങളോ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. പ്രത്യേകിച്ചും ഈ വേദിയിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു വേദിയായിട്ട് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത് മലയാളത്തിൽ തന്നെ സംസാരിച്ചത്. മറ്റൊരു വേദിയാണെങ്കിൽ അവിടെ ബീൻ ട്രൈയിങ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ വൺസ് അഗൈൻ വോട്ട് ഓഫ് താങ്ക്സ്. മുമ്പ് എനിക്കൊരു അവസരം തന്ന എൻ്റെ സ്വന്തം കർമ്മം അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് എൻ്റെ മകളാണ് ഡിയാറ. ഇത് അവരുടെ ഭർത്താവ് ജിം ജോർജ് ലീല. ഇത് ഡിയാറയുടെ അത് ഫാദറിൻ്റെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് നമ്മുടെ ഇത്രയും പ്രയാസമായ ഈ കാലാവസ്ഥയിൽ എല്ലാവരും വന്നതിൽ വളരെ വെറുതെ നന്ദി പറഞ്ഞാൽ പോരാത്തതാണ്. എന്നാലും പ്രത്യേകിച്ച് അകലേക്ക് വന്നാൽ വളരെയധികം പ്രയാസം ബുദ്ധിമുട്ടൊക്കെ സഹിക്കാണ് വന്നത്. അടുത്തുള്ളവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലാവസ്ഥയിൽ. എന്നതിൽ എല്ലാവരും വളരെ നന്ദി. പിന്നെ ഇവിടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം നന്ദി. हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। हम तेरे बिन अब रह नहीं सकते, तेरे बिना क्या वजूद मेरा। तुझसे जुदा अगर हो जाएंगे तो खुद से ही हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो। तेरा मेरा रिश्ता है कैसा, एक पल दूर गवारा नहीं। तेरे लिए हर रोज है जीते, तुझको दिया मेरा वक्त सभी। कोई लम्हा मेरा ना हो तेरे बिना, हर सांस पे नाम तेरा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी मेरा दर्द भी मेरी आशिकी, अब तुम ही हो।
को संभाला, सारे गमों को दिल से निकाला। तेरे साथ मेरा है नसीब जुड़ा, तुझे पाके अधूरा न रहा। क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो। क्योंकि तुम ही हो, अब तुम ही हो जिंदगी, अब तुम ही हो। चैन भी, मेरा दर्द भी, मेरी आशिकी, अब तुम ही हो। മുല്ലപ്പൂവിതളോ ഒളിമിന്നും പുഞ്ചിരിയായി, ചിന്നും പൂമഴയോ നിൻമൊഴിയോ, ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ, ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി. അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും, മഴ കൊള്ളുവാനായി വന്നവളെ. അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ, അഴകേ 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 എന്നിൽ നിന്നും പോകാതെ, അഴകേ അഴകേ അഴകേ. പകലോ രാത്രിയോ ഒന്നും തിരിയാതെ, മഴയോ വെയിലോ ഒന്നും നോക്കാതെ, നിൻ പിറകെ പോന്നു ഞാൻ, ഹൃദയം തന്നു ഞാൻ, നിൻ മെഴിതൻ മയിലാട്ടം എന്നെഞ്ചിൻ കൂട്ടിലോ. പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ, ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി. പലവൊരു പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ, ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി. അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ, അഴകേ 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 എന്നിൽ നിന്നും പോകാതെ, അഴകേ അഴകേ അഴകേ. പൂത്താലം പുലരിത്താലം വിരിയുന്നുണ്ടേ മേലെ, പൂന്തേനിൻ പുളകം തേടി കിളികൾ വന്നേ ചാരെ. മാഞ്ചില്ലയിൽ വാസന്തമായി
ആനന്ദമുകിലുകൾ പൊഴിയണ മഴയാ പൂങ്കാറ്റുമിഴികളിൽ എഴുതിടുമൊരു കനവാ തൂമഞ്ഞു കഴുകിടും ഇലകളിൽ അഴകാ രാവിന്റെ മടിയിൽ കുഞ്ഞു മലരുമയങ്ങിടവേ താരാട്ടിനലയായി ഒന്നു നെറുകുതലോടി വരൂ മാൻചില്ലയിൽ വാസന്തമായി ഈറൻവെയിൽ ചേക്കേറി നീ മാത്രമോ മൂകാർദ്രമായി പാടാൻ വരൂ പൂവാലി പൂത്താലം പുലരിത്താലം വിരിയുന്നുണ്ടേ മേലെ പൂന്തേനിൻ പുളകം തേടി കിളികൾ വന്നേ ചാരെ മാഞ്ചില്ലയിൽ വാസന്തമായി ഈറൻവെയിൽ ചേക്കേറി നീ മാത്രമോ മൂകാർദ്രമായി പാടാൻ വരൂ പൂവാലി. കണ്ണിൽ മിന്നും മന്ദാരം മെല്ലെ മെല്ലെ കൈനീട്ടും മായാമഞ്ഞിൻ താഴ്വാരം പെയ്യുന്നേതോ വെൺമേഘം പൊന്നും പൂവും ആവോളം തോരാതുള്ളിൽ തേനലയായി നീലവയിൽ താളമിടും നാളമിഴി കണ്ണാടിയിൽ നൂറുനിറം തേടി വരും താഴെ മനസ്സിൻ വാടിയിൽ വഴിമറഞ്ഞ മഞ്ഞുകാലമോ മതിമറന്നു മെല്ലെ വന്ന് മെയ്യൊഴിഞ്ഞുവോ വെറുതെ എന്ന് ചൊല്ലി എന്തിനോ കാണാക്കിനാവെറിഞ്ഞോ മിഴികളിന്ന് കണ്ട വർണ്ണമോ മായാതെ മാറി വെല്ല് പോലെ മിന്നിയോ ദൂരെ ദുരനടിയോ സദാ പദ സരുഗ സദാ പദഗ പരേ ധദവ ഗബദ സരെ ഗബ ഗരെ മഗ മസ രെ ധ ദഗ രെ ഗ പഗരെ സ പ്രാണനിൽ പതിവായി